നഗരസഭയിൽ പിൻവാതിൽ നിയമനം നടത്തുന്നു എന്ന ആരോപണം. നഗരസഭയ്ക്ക് മുന്നിൽ ധർണയും പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെയും ആലപ്പുഴ നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലായിരുന്നു ധർണ. കണ്ണൂർ കടവത്തൂരിൽ തീപിടുത്തത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് സഹായവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. സഹായധനം വിതരണം ചെയ്ത KP മോഹനൻ MLA വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകിയത് 16 ലക്ഷം രൂപയുടെ ധനസഹായം. പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം സാർത്ഥകം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ഷഹൻഷാ IPS മുഖ്യാതിഥി. കണ്ണൂർ പാനൂരിൽ പ്രതിശുദ്ധ വധു പനി ബാധിച്ച് മരിച്ചു. മരണം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ. മരിച്ചത് പാനൂർ മാക്കൂൽ പീടികയിലെ വിസ്മയ. സെപ്റ്റംബർ 7 വിവാഹം നടക്കാനിരിക്കെയാണ് മരണം. കണിച്ചാർ ചാണപ്പാറയിൽ കടമുറിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. തിരുവനന്തപുരം വിളക്കോട് സ്വദേശി പ്രേംജിത്ത് ലാൽ പിടിയിൽ. കൊല്ലപ്പെട്ടത് കണിച്ചാർ പാനികുളം സ്വദേശി ബാബു. കൊലയ്ക്ക് പിന്നിൽ മദ്യപിച്ച് വഴക്കു പറഞ്ഞതിലുള്ള വിരോധമെന്ന് പോലീസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചത് ഇടതു സർക്കാർ. കേരളത്തിലെ സ്ത്രീകളോട് കാണിച്ച അനീതി എന്ന ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. സർക്കാർ ഇനിയെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെട്ടിമാറ്റിയ ഭാഗം പുറത്തുവിടണമെന്നും ആവശ്യം. കൊടുങ്ങല്ലൂർ ഏറിയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ഇലക്ട്രിക് വയർ മോഷണം. കവർച്ച നടന്നത് മാടവന സ്വദേശി നിസാറിന്റെ വീട്ടിൽ. സ്വിച്ച് ബോർഡുകളിൽ നിന്നുപോലും ഇലക്ട്രിക് വയറുകൾ വലിച്ചെടുത്ത നിലയിൽ. മോഷണം പോയത് 1.5 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയറുകൾ. ശില്പിയും സഹസംവിധായകനുമായ അനിൽ സേവർ അന്തരിച്ചു. മരണം ഫുട്ബോൾ കളിക്കിടെയുണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. കല്ലുമാല, മഞ്ഞുമ്മൽ ബോയ്സ്, ജാനമൻ തുടങ്ങിയ സിനിമകളുടെ സഹസംവിധായകനാണ് അനിൽ. ഗുജറാത്തിലും സൗരാഷ്ട്ര മേഖലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചത് 20,000-ലധികം പേരെ. ഗുജറാത്തിലും രാജസ്ഥാനിലും ഓഗസ്റ്റ് 29 വരെ ശക്തമായ മഴ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിലും കനത്ത ജാഗ്രത. കോട്ടയത്തെ കഞ്ചാവുമായി വിഗ്രഹമോഷ്ടാവ് പിടിയിൽ. കോട്ടയം എക്സൈസ് സ്ക്വാഡിന്റെ പിടിയിലായത് വെള്ളത്തുരുത്തി സ്വദേശി അനിൽകുമാർ. പിടികൂടിയത് ഓണത്തിന് വിൽപ്പന നടത്താനായി എത്തിച്ച 1.25 കിലോ കഞ്ചാവ്. ചെറുതുരുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ 69 ഗ്രാം MDMA-യുമായി 4 പേർ പിടിയിൽ. പിടിയിലായത് മുഹമ്മദ് അലി, ഷമീർ, സിബിൻ, ജിത്ത് എന്നിവർ. പിടികൂടിയത് വാഹന പരിശോധനയ്ക്കിടെ ഇറങ്ങിയോടാൻ ശ്രമിക്കവേ. കൊല്ലം കടക്കലിൽ ടിപ്പർ ലോറി കയറി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കല്ലുതേരി സ്വദേശി സക്കീർ ഹുസൈൻ. സക്കീർ സഞ്ചരിച്ച ബൈക്കിനു പിന്നിൽ ബസ് ഇടിച്ച് എതിരെ വന്ന ടിപ്പറിനടിയിലേക്ക് വീണാണ് അപകടം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ് സ്കൂട്ടിയിലിടിച്ച് വൃദ്ധയ്ക്ക് പരിക്ക്. പരിക്കേറ്റ ശാന്ത ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. സ്കൂട്ടിയിൽ നിന്ന് റോഡിന്റെ വശത്തേക്ക് തെറിച്ചു വീണാണ് പരിക്ക്. ആര്യനാട് വധശ്രമ മോഷണ കേസ് പ്രതി പിടിയിൽ. അറസ്റ്റിലായത് വെള്ളനാട് സ്വദേശി സന്തോഷ്. അറസ്റ്റ് ഭാര്യയെയും ഭാര്യയുടെ മാതാപിതാക്കളെയും വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ. പോരുവഴിയിൽ കുടുംബശ്രീ CDS ചെയർപേഴ്സണെതിരെ പ്രതിഷേധിച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ. പ്രതിഷേധം ആശ്രയ പദ്ധതിയുടെ കിറ്റ് വിതരണത്തെ ചൊല്ലി. പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് വീടുകളിൽ എത്തിച്ച് നൽകാനിരുന്ന കിറ്റുകൾ ചെയർപേഴ്സൺ പഞ്ചായത്തിൽ വിതരണം ചെയ്തതിനെതിരെയാണ് പ്രതിഷേധം.